ഹലോ, ഇന്ന് നമുക്ക് അടിപൊളി പരിപാടി ഉണ്ട് കേട്ടോ. സാറ്റർഡേ നൈറ്റാണ്, ലേറ്റ് ആയിപ്പോയി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് പോവാം. ഈ നേട്ടൻ്റെ കമ്പനിയിൽ നിന്ന് നമുക്ക് ഇതേമാതിരിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടിക്കറ്റ്സൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ, എന്തെങ്കിലുമൊക്കെ പരിപാടികളുടെയൊക്കെ. അപ്പം അതേപോലെ അവരുടെ കമ്പനി സ്പോൺസർ ചെയ്യുന്ന ഒരു പരിപാടിയുടെ ടിക്കറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ബുക്ക് മൈ ഷോയിലൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടും പോവാം. അപ്പം ഇത് നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടിയത് കാരണം ഫുഡും ഉള്ളത് കാരണം നമ്മൾ നേരെ വിട്ടു. അപ്പോൾ JP നഗറിലാണ് പരിപാടി നടക്കുന്നത്. RV ഡെൻ്റൽ കോളേജിൽ ആണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം സമയം രാത്രി ആയിട്ടുണ്ട്. അപ്പം ആരോഹൻ എന്നാണ് പരിപാടിയുടെ പേര്. സാധാരണ നമുക്ക് ഈ ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക് അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വളരെ കുറവായിരിക്കും. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. നമ്മൾ നേരെ പോയി ഇവിടെ ഫുഡ് കൗണ്ടറും എല്ലാ സംഭവങ്ങളും തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെ പോകുന്നത് അതിൻ്റെ ഉള്ളിലേക്കാണ്. എന്താ പരിപാടി എന്നറിയാൻ വേണ്ടിയിട്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കയറി ചെല്ലുന്നത്. അപ്പോഴേക്കും അവിടെ കുറേ ആൾക്കാർ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരെ പോവാണ്. ഇതൊക്കെ ഏട്ടനെ അറിയുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. കണ്ടപ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ ഫീലായിരുന്നു കേട്ടോ. നമുക്ക് പാട്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ തോന്നിയത്. പാട്ട് ഞാൻ ലാസ്റ്റ് വയ്ക്കാം. നിങ്ങൾ ഓൾറെഡി വന്ദേമാതരത്തിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം ഇവരുടെ കമ്പനി ആൾക്കാരൊക്കെ കാണേണ്ടി വരുമല്ലോ എന്നിങ്ങനെ വിചാരിച്ചപ്പോൾ ഇൻട്രോവേർട്ടായി എനിക്ക് പോരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് പോയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നഷ്ടമായി പോയെന്നെ കേട്ടോ. ശരിക്കും പത്മഭൂഷൺ ഒക്കെ കിട്ടിയ ആൾക്കാരാണ് അവിടെ പെർഫോം ചെയ്തത്. അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കൗണ്ടറിൽ പോയി ക്യൂ നിന്ന് നമുക്ക് ഫുഡൊക്കെ കിട്ടി. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പാട്ട് കേൾക്കാൻ കുറച്ച് നേരം. അപ്പം ലാസ്റ്റ്